ഇനി നമ്മൾ നേരെ പോകുന്നത് ഒരു സദ്യ തേടിയൊരു യാത്രയാണ്, ഇടുക്കിയിലേക്കാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പിടിച്ചോ ഒരു കിടിലൻ സദ്യ. അപ്പോൾ ഒരു പേര് കേട്ടൊരു സദ്യ തേടിയാണ് ഈ യാത്ര എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. നാടൻ ഭക്ഷണശാലകൾക്ക് പേര് കേട്ട ഇടമാണ് ഇടുക്കി ജില്ല. ഒരു വെറൈറ്റി ഊണ് കിട്ടുന്ന നാടൻ ഭക്ഷണശാല വരെ നമുക്കൊന്ന് പോവാം. 25 കൂട്ടം കറികളും പായസവും ഉൾപ്പെടുന്ന സദ്യയാണ് ഇവിടുത്തെ സ്പെഷ്യൽ. വെറും തട്ടിക്കൂടുള്ള സദ്യയല്ല, നാവിൽ രുചിയൂറുന്ന ഒരു ഗംഭീര ഊണിന്റെ കഥയാണ് പറയാൻ പോകുന്നത്. ഇടുക്കിയിൽ നിന്നും രാഹുൽ വിജയൻ തയ്യാറാക്കിയ ആ സദ്യ വിശേഷം കാണാം. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മുടെ ഇടുക്കി ജില്ലയ്ക്ക് ഒരു പ്രത്യേക പേരുണ്ട്. നമ്മുടെ ഏഷ്യാഡും കപ്പ ബിരിയാണിയും ചക്കപ്പുഴുക്കും ഒക്കെ നമ്മുടെ ഇടുക്കിയുടെ സ്വന്തം ഭക്ഷണമായിട്ടാണ് ആളുകളൊക്കെ കാണുകയും ചെയ്യുന്നത്. ഇതൊക്കെ കിട്ടുന്ന നിരവധി നമ്മുടെ നാടൻ ഭക്ഷണശാല എന്നൊക്കെ പറയുന്ന സ്ഥാപനങ്ങളുമുണ്ട്. ഇന്ന് നമ്മളൊരു നാടൻ ഭക്ഷണശാലയിലേക്കാണ് പോകുന്നത്. മൂലമറ്റത്ത് നിന്ന് കുളമാവിലേക്ക് പോകുന്ന വഴി സുശീല ചേച്ചിയുടെ കട എന്നൊരു കടയുണ്ട്. അവിടെ ഒരു വെറൈറ്റി സദ്യ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അതെന്താണ് എന്ന് നമുക്കൊന്ന് പോയി നോക്കാം. ഇപ്പം നമ്മൾ സുശീല ചേച്ചിയുടെ ഭക്ഷണശാലയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് നമുക്ക് ആ ഊണ് എങ്ങനെയുണ്ടെന്നൊന്ന് കഴിച്ചും കൂടെ നോക്കണമല്ലോ. അതിൻ്റെ ആ ഒരു ഊണിൻ്റെ പ്രത്യേകതയും വിശേഷങ്ങളും ഒക്കെ കഴിക്കുന്ന ആളുകളോടും ഒന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സുശീല ചേച്ചി. ഈ ചേച്ചിയുടെ കടയിലാണ് നമ്മളിന്ന് ഊണ് കഴിക്കാനായിട്ട് വന്നിരിക്കുന്നത്, അല്ലേ? ഇവിടെ ഭയങ്കര വെറൈറ്റി ഒരു സദ്യ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ. അത് കഴിക്കുന്നവരല്ലേ പറയണ്ടേ. ഞാനിങ്ങനെ ഒരു കുറേ കൂട്ടം കറികളും ചോറും ഒക്കെ ആയിട്ട് കൊടുക്കുന്നു. അപ്പം എല്ലാവർക്കും ഭയങ്കര താല്പര്യം. അപ്പം ഞങ്ങളൊന്ന് കഴിച്ചു നോക്കിയിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയുന്നതായിരിക്കും നല്ല, അല്ലേ? നിങ്ങളല്ലേ അഭിപ്രായം പറയേണ്ടത്. കറി വിളമ്പി കഴിഞ്ഞപ്പോൾ തന്നെ ദേ ഈ ഇല നിറഞ്ഞു. ഇനി ഇതിൻ്റെ അകത്ത് ചോറിടാനുള്ള സ്ഥലം വളരെ കുറച്ചേ ഉള്ളൂ. അതുപോലെ തന്നെ ഇത് എണ്ണി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എണ്ണി തീരാൻ പറ്റില്ല. എണ്ണി തീരണമെങ്കിൽ ഈ ഭക്ഷണം കഴിക്കുന്ന അത്രയും സമയം എടുക്കുകയും ചെയ്യും. നമുക്ക് എന്തായാലും ചോറും കൂടി ഇട്ടൊന്ന് കഴിച്ചു നോക്കാം. അതിനുശേഷം സുശീല ചേച്ചി നമുക്ക് ഇതെങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഏതൊക്കെ കറികളാണെന്നുള്ളത് പറഞ്ഞു തരും. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23. ഇന്ന് 23 കൂട്ടം കറികളാണല്ലോ. സാധാരണ 25 ആണല്ലേ? 23 കൂട്ടം തൊടുകറിയും 5 കൂട്ടം ചാറുകറിയുണ്ട്. പരിപ്പ്, സാമ്പാർ, പുളിശ്ശേരി, പച്ചമോര്, മീൻചാറ്, പിന്നെ പായസം, പപ്പടം, ചോറ്, ഉപ്പ്, വെള്ളം. ഇങ്ങനെ ഇവിടെ വരുന്നവർ ഇത്രയും വലിയൊരു സദ്യ കൊടുത്ത് സൽക്കരിക്കാൻ എങ്ങനെയാണ് കരുതിയത്? ഞാനൊരിക്കൽ തൃശ്ശൂർ ഗുരുവായൂരമ്പലത്തിൽ പോയി. ഗുരുവായൂരമ്പലത്തിൽ പോയിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു കടയിൽ ചോറുണ്ണാൻ കയറി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ 3 കൂട്ടം കറിയും ചോറും ഉണ്ട്. ഞാൻ നോക്കിയിട്ട് ദൈവമേ, ഒരു തരത്തിൽ ഈ ചോറൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, ഞാനൊരു കട നടത്തുമായിരുന്നെങ്കിൽ ആൾക്കാർക്ക് വേണ്ടാന്ന് പറയുന്നിടത്തോളം വരെ കറികൾ വിളമ്പി ഞാൻ ചോറ് കൊടുത്തേനെന്ന് ഞാനിങ്ങനെ ഓർത്തു. എന്താണ് ഞാൻ ആ ഓർമ്മ പോലെ തന്നെ ഞാൻ എന്നോട് ഇതിലൂടെ വന്ന് 2 ചേട്ടന്മാർ ചോദിച്ചു, ഞങ്ങൾക്ക് ഇതിലൂടെ പോകുമ്പോൾ 2 ചോറ് തരാമോ എന്ന് ചോദിച്ചു. അതിനെന്നെ ഞങ്ങൾ കഴിക്കുന്ന കൂട്ട് മതിയെങ്കിൽ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു അത് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്ന് തന്നെ 7-8 കൂട്ടം കറി കൂട്ടി ചോറ് കൊടുത്തു. പിന്നെ ഞാനിങ്ങനെ ഇലയിട്ട് വിളമ്പാൻ തുടങ്ങിയപ്പോൾ മുതൽ 14 കൂട്ടം 15 കൂട്ടം കറി ഉണ്ടായിരുന്നു. അതിങ്ങനെ കൂടിക്കൂടിയപ്പോൾ ആൾക്കാർ ഇൻട്രസ്റ്റോട് കൂടി വന്നപ്പോൾ എനിക്കും തോന്നി കൂടുതൽ കറികൾ വെക്കണം, കൂടുതൽ കറികൾ കൂട്ടി കൊടുക്കണം തോന്നി. അങ്ങനെ ഞാൻ കറികൾ അങ്ങ് വെക്കുന്നു, കൊടുക്കുന്നു. നമ്മളൊന്ന് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ തോന്നുന്ന എന്തോ ഒരു മാജിക്ക് ഈ ഭക്ഷണത്തിലൊക്കെ ഉണ്ട്. അതെന്താ വല്ല ഉണ്ടോ? നമ്മൾ മായങ്ങളൊന്നും ചേർക്കുന്നില്ല. ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മൾ ഭക്ഷണം കഴിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ട് പൈസ കളയരുത്. നമ്മൾ ഒരു മായവും ചേർക്കണ്ട. കുറച്ച് മണമൊക്കെ കുറവായിരിക്കും, പക്ഷെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന് മണം കുറവാണെങ്കിൽ നല്ല രുചിയാണ് കേട്ടോ. രുചി വേണം. അത് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. ഒന്നിനൊന്ന് മെച്ചപ്പെട്ട കറികൾ ഒരു കുറ്റവും ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. സുശീല ചേച്ചിയുടെ വെറൈറ്റി ഊണ് കഴിക്കാൻ വേണ്ടി മാത്രം മറ്റു ജില്ലകളിൽ നിന്ന് ഇടുക്കിയിലേക്ക് വണ്ടി കയറുന്നവരുമുണ്ട്. നല്ല ഗംഭീര സദ്യയാണ്. ഞങ്ങൾ മുമ്പ് ഒരിക്കൽ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഫാമിലിയായിട്ട് ഇത് കഴിക്കാൻ വേണ്ടി മാത്രം ഇവിടേക്ക് വന്നത്. ഇങ്ങനെ
വീട്ടിൽ ഇത്രയും കറികൾ ഉണ്ടാവില്ല. പിന്നെ നമ്മൾ എന്താ പറയുക, ഈ ഇടിയിറച്ചി ഇങ്ങനെ കുറേ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട് ഇവിടെ. ഇതിന് മുന്നേ ഇവിടെ നിന്ന് ഇതുപോലെ കഴിച്ചിട്ടുള്ളത് കൊണ്ട് സെയിം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെ അങ്ങനെ വന്നതാണ്. കേട്ടറിഞ്ഞ് സുശീല ചേച്ചിയുടെ കട തേടി എത്തിയവർക്കും പറയാനൊന്നു മാത്രമേ ഉള്ളൂ, ഊണ് അതിഗംഭീരം. ശരിക്കും ഒരു വലിയൊരു സദ്യ കഴിച്ചൊരു ഫീലാണ്. നമുക്ക് ഇവിടെ വന്നറിയാൻ പറ്റും. ഇലയിൽ നിറച്ച വിഭവങ്ങളാണ് വെറൈറ്റി ആയിട്ടുള്ളത്. നല്ല ഹെൽത്തി ആയിരുന്നു. ശരിക്കും ഇഷ്ടപ്പെട്ടു. സുശീല ചേച്ചിയാണ് മാനേജ് ചെയ്യുന്നത്. ഞങ്ങൾ ഇതിനു മുമ്പ് 1-2 പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞങ്ങൾ 10-12 പേര് ഞങ്ങൾ ഒരുമിച്ച് ഊണ് കഴിച്ചു. വി ആർ സഫീഷ്യൻറ്റ്. റേറ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് മച്ച്. 30 ഐറ്റം കൂട്ടി ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര ചില്ലറ കാര്യമല്ല. അപ്പം സുശീല ചേച്ചിയുടെ കൂടെ ഈ കാണുന്ന ഇത്രേ ആളുകളുണ്ട്. ഇവരാണ് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. ഇവരില്ലെങ്കിൽ ഈ ഇതിൽ കൃത്യമായിട്ട് ഷൂ ആയി പോകും. അങ്ങനെ 25 കൂട്ടം കറിയും കൂട്ടി നമ്മൾ ആ സദ്യ കഴിച്ചിരിക്കുകയാണ്. ഗംഭീരമാണ്. എന്തായാലും മൂലമറ്റം അറക്കുളം വഴി കുളമാവ് ഭാഗത്തേക്കൊക്കെ പോകുന്നവർക്ക് ഈ കടയിൽ കയറി ഉറപ്പായിട്ടും കഴിച്ചു നോക്കാവുന്നതാണ്. അത്ര അസാധ്യമാണ്, അത്ര രുചികരമാണ്. സുനിൽ സുരേന്ദ്രനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി.